കൺഫ്യൂഷൻസ് ആണോ അതെല്ലാം മാറ്റുവാൻ വേണ്ടി ഗുരു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പല രീതിയിലായിരിക്കും വരുന്നത്. എന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു അധ്യായത്തിൽ. കാര്യം എപ്പോഴാണോ വ്യാസദേവൻ വിഷമിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ വ്യാസദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ നാരദമുനി എതിർച്ചയ അവിടെ വരുന്നു അല്ലേ. ആ എതിർച്ചയ വരുന്നത് അതാണ് ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ശക്തി. ആത്മാർത്ഥത എന്ന് പറയുന്നത് നമുക്ക് വേണം ഭക്തിയിൽ. ഭഗവാനോടും നമ്മുടെ ഗുരുവിനോടും ആ ഒരു കൃതജ്ഞതയും ആത്മാർത്ഥതയും എപ്പോഴും വേണം. ഗുരുവാണ് നമ്മളെ കൈപ്പിടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഗുരുഭക്തി നമുക്ക് തീർച്ചയായിട്ടും വേണം. ഗുരുഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഹരേ കൃഷ്ണ ഗുരുഭക്തി വളരെ അത്യാവശ്യമാണ്. എല്ലാ ദിവസവും നമ്മൾ മംഗളാരതിയിൽ ഗുരുവാഷ്ടകം ചൊല്ലുന്നു. ഗുരുവാഷ്ടകത്തിൽ പറയുന്നു സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്രേർ. എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നു ഗുരുവിനെ നമ്മൾ എങ്ങനെ കാണണം. ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരു ഭഗവാനെ പോലെ കണ്ട് അതേപോലെ തന്നെ ബഹുമാനിച്ച് അതേപോലെ തന്നെ ആദരവോടുകൂടി അതേപോലെ തന്നെ സ്നേഹിച്ച് ഭക്തിപൂർണമായി നമ്മൾ അദ്ദേഹത്തെ ആരാധിക്കണം. അതാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു ശിഷ്യൻ്റെ അടുത്ത് ഗുരു എപ്പോഴും ഉണ്ടാവും. അത് ഫിസിക്കലി ഉണ്ടാവുമോ അതോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ഗുരുവിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീല പ്രഭുപാദൻ്റെ ലീല നോക്കിക്കഴിഞ്ഞാൽ ശ്രീല പ്രഭുപാദ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ശബ്ദം കുറവാണെന്ന് മെസ്സേജ് വന്നു. ശബ്ദം കുറവാണോ? അതെ പ്രഭുജി, കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ ഞാൻ കുറവാണ്, കുറച്ച് കുറവാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഇപ്പൊ കേക്കാം. ഫോണിന്റെ ശബ്ദം കൂടെ കുറച്ച് കൂട്ടി വെച്ചോളൂ. ഓക്കെ. ശബ്ദം സാധാരണ ഉള്ള പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എല്ലാ സെറ്റിങ്സ് എല്ലാം ഒരേപോലെയാണ്. പിന്നെ ഇടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ആ മോഡുലേഷൻ വരും. ചില സിറ്റുവേഷൻ വരുമ്പോൾ ശബ്ദം കൂടും കുറയും. അത് ആ മോഡുലേഷൻ ശബ്ദത്തിൽ നമ്മുടെ സംസാരത്തിൽ സാധാരണ വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ വ്യാസദേവൻ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഗുരുവിനെ കുറിച്ച്. അപ്പോൾ ഗുരുഭക്തി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ശിഷ്യനെ സംബന്ധിച്ച്. ആധ്യാത്മികതയിൽ പുരോഗതി വേണമെങ്കിൽ ഗുരുവിനോടുള്ള ആ ഒരു പ്രതിബദ്ധത അത്യാവശ്യമാണ്. സ്നേഹം, ആദരവ്, ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എപ്പോഴാണോ ശിഷ്യൻ ആവശ്യം തോന്നിയത് ആ സമയത്ത് ഗുരു അവിടെ വരുന്നു. ഗുരുവിൻ്റെ വരവ് എങ്ങനെ വേണമെങ്കിലാവാം. നേരിട്ട് വരാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു വിടാം. എങ്ങനെയെങ്കിലും നമ്മുടെ ആവശ്യം എന്താണോ അവിടെ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്നു. ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ഭഗവാന്റെ പ്രതിനിധിയാണ് ശ്രീ ഗുരു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. ഗുരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഗുരുവിനെ സ്വീകരിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഭഗവാനെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഗുരുവിനെ കാണണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയും ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. തൽക്കാലം ശ്ലോകം വായിക്കാൻ നേരത്ത് മാത്രം ഇത് ഓപ്പൺ ചെയ്യും. അതുവരെ മ്യൂട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, റൈറ്റ്. ഓക്കെ. ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ പിരിഞ്ഞിരിക്കുന്നില്ല. എൻ്റെ ഗുരു എൻ്റെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹം പറയും, അദ്ദേഹത്തോട് പലവരും ചോദിച്ചിട്ടുണ്ട്. കാര്യം പ്രഭുപാദ് ഗുരുവിനെ ആകെ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്ന് പ്രഭുപാദ് പറയുന്നു. പക്ഷേ എന്നാലും പ്രഭുപാദിന് ഗുരുവിനോടുള്ള ഗുരുഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് പറയാൻ സാധിക്കില്ല. ഗുരു ഒരു പ്രാവശ്യം പറഞ്ഞേ ഉള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളാണ് നീ, അതുകൊണ്ട് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കും, അതുകൊണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്യണം, കൂട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി പ്രചരണം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒരു പ്രാവശ്യം കൊടുത്തത്, അത്രേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ പ്രഭുപാദ് ആ ഒരു ഇൻസ്ട്രക്ഷൻ, ആ ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കാൽവയ്പിലും അദ്ദേഹം പറയുന്നു, എൻ്റെ ഗുരുവാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്, എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു കഴിവുമില്ല, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നീട് ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനം വലുതായപ്പോൾ അറിയാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ എന്നുള്ളത്. അതിനുശേഷം ഇത് വലുതായ സമയത്തും അദ്ദേഹം പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഗുരുവാണെല്ലാം ചെയ്യുന്നത്. എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ പാർഷദരെ എൻ്റെ ശിഷ്യന്മാരായിട്ട് വിട്ടിരിക്കുകയാണ്. ശിലപ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഒരു ദിവസം ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെയാണ്, മായപ്പൂരിൽ വെച്ച് അദ്ദേഹം പറയുന്നു, നിങ്ങളെല്ലാവരും പറഞ്ഞു വിട്ടുള്ളത് എൻ്റെ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ് നിങ്ങളെല്ലാവരും, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് ഗുരുഭക്തി. ആ ഗുരുഭക്തിയാണ് സക്സസ് ആക്കിയത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇതിൽ നിന്ന് പഠിക്കാവുന്ന കാര്യമാണ്. ഈ ഒരു ഏത് സാഹചര്യം, നമ്മൾ ഭാഗവത്തിലെ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ ശ്ലോകങ്ങളാണെങ്കിലും, അപ്പോൾ ആ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നാരദമുനി വ്യാസദേവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് നിനക്ക് വിഷമം എന്നുള്ളത്. ആദ്യം ചോദിച്ചു, ഒന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, നീ ശരീരബോധത്തിൽ, അതായത് നീ സ്വയം ശരീരമാണ് മനസ്സാണെന്ന് വിചാരിക്കുന്നതിൽ അതിൽ സംതൃപ്തി കിട്ടുന്നുണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുന്നു. നീ ഒരുപാട് ഭംഗിയായിട്ട് മനോഹരമായിട്ട് മഹാഭാരതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എൻകറേജ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. പക്ഷേ എന്നാലും നിനക്ക് എന്താണ് വിഷമം, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ശ്ലോകം 4 നോക്കാം നമുക്ക്. ജിജ്ഞാസിതാം അതീതാം ച ബ്രഹ്മ യത്തത് സനാതനം തഥാപി ശോചസി ആത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. ഓക്കെ, ഉഷാ മാതാജി വായിക്കൂ. ഉഷാ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ജിജ്ഞാസിതമതീതം ച ബ്രഹ്മ യത്തത് സനാതനം തഥാപി ശോചസ്യാം ആത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അവ്യക്തിക ബ്രഹ്മ വിഷയത്തെയും അതിൽ നിന്നും ഉരുത്തിരിയുന്ന ജ്ഞാനത്തെയും അങ്ങ് പരിപൂർണമായി വർണ്ണിച്ചു കഴിഞ്ഞു. ഇത്രയെല്ലാം സാധിച്ച ശേഷവും എല്ലാം പിഴച്ചവനെന്ന് സ്വയം കരുതി ഇത്രയേറെ ദുഃഖിതനാകേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്റെ പ്രിയ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഇവിടെ ചോദിക്കുന്നു, നീ ഭംഗിയായിട്ട് വളരെ വിശദമായിട്ട് തന്നെ നിരാകാര ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഒരുപാട് വേദങ്ങളിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയെല്ലാ വ്യാസദേവൻ്റെ പുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാത്തിലും നീ നിരാകാര ബ്രഹ്മത്തെക്കുറിച്ച് ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഒരു വിഷമം തോന്നുന്നത്? വേദാന്ത സൂത്രം എഴുതുന്നു വ്യാസദേവൻ. വേദാന്ത സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ. വേദങ്ങളുടെ കൺക്ലൂഷൻ സൂത്രരൂപത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു. അപ്പോൾ അതിൽ എല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, എന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷമം? നിരാകാര ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതിനപ്പുറത്തും ഉണ്ട് അല്ലേ? നിരാകാര ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നിരാകാരമായിട്ടുള്ള ഇംപേഴ്സണൽ ആസ്പെക്റ്റ് മാത്രമാണ്. അതിനപ്പുറത്ത് പരമാത്മാ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അതിനപ്പുറത്ത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ഇതെല്ലാം ആക്ച്വലി ഉണ്ട്. 3 തലത്തിലാണ് അല്ലേ?
നമ്മൾ ആ ഒരു ശ്ലോകവും പഠിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ 3 ആസ്പെക്ട്സ് ഭഗവാന്റെ, പരമസത്യത്തിൻ്റെ 3 തലങ്ങൾ. അപ്പോൾ ഇവിടെ വേദാന്ത സൂത്രങ്ങളിൽ കൂടുതൽ, അല്ലെങ്കിൽ ബ്രഹ്മസൂത്രമാവട്ടെ വേദാന്ത സൂത്രങ്ങളാവട്ടെ, അതിൽ കൂടുതൽ പറയുന്നത് ഈ നിരാകാര ബ്രഹ്മൻ എന്നുള്ള, അതായത് ആക്ച്വലി പറയുന്നത് ഭഗവാനെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ എന്നാലും അതിലെ ഇൻ്റർപ്രിട്ടേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിരാകാര ബ്രഹ്മനിൽ കൂടുതൽ ഊന്നൽ പറയുന്നത് പോലെ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ പല ആളുകളും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ വ്യാസദേവൻ പറയുന്നത്, നീ വേണ്ടതെല്ലാം പറഞ്ഞു, അതായത് എല്ലാ ജ്ഞാനവും വേദങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, വേദാന്ത സൂത്രം എഴുതിയിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് വിഷമം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇനി മുന്നോട്ടും വേദാന്ത സൂത്രങ്ങളിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ഇതിനെക്കുറിച്ച് മുന്നോട്ട് പറയുന്നുണ്ട്. വേദാന്ത സൂത്രങ്ങളിൽ ആ ഭഗവാനെക്കുറിച്ചുള്ള ആ വിശദീകരണങ്ങൾ കുറവാണ്, അതുകൊണ്ടാണ് എന്നുള്ളത് ഇനി മുന്നോട്ടും ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ചോദിക്കുന്നത്, അദ്ദേഹത്തോട് എൻകറേജ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, നീ വേണ്ടതെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് വിഷമിക്കേണ്ട ആവശ്യം എന്താണ് ചോദിക്കുന്നു. അപ്പോൾ ഇനി ഉത്തരം പറയുവാൻ പോകുന്നു വ്യാസദേവൻ. നമുക്ക് നോക്കാം വ്യാസദേവൻ്റെ ഉത്തരങ്ങൾ. അദ്ദേഹം പറയുന്നു, വ്യാസോവാച അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്ട്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. ഓക്കെ, വിജി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കാമോ? കേൾക്കാം, വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യാസ ഉവാച അസ്ത്യേത മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. ഹരേ കൃഷ്ണ. വിവർത്തനം ശീലപ്രഭു കി ജയ്. ശീല വ്യാസദേവൻ മറുപടി പറഞ്ഞു, താങ്കൾ എന്നെ സംബന്ധിച്ച് പ്രസ്താവിച്ചതൊക്കെയും പരിപൂർണ സത്യങ്ങളാണ്. എന്നിരിക്കലും എനിക്ക് ഒട്ടും തൃപ്തി അനുഭവപ്പെടുന്നില്ലല്ലോ. സ്വയംഭൂവായ ലൗകിക മാതാപിതാക്കളില്ലാത്ത ഒരുവന്റെ ബ്രഹ്മാവിന്റെ സന്താനമാകയാൽ അങ്ങേക്ക് അനന്തമായ ജ്ഞാനമുണ്ട്. ആകയാൽ എന്റെ അസംതൃപ്തിക്കുള്ള മൂലകാരണം എന്തെന്ന് ഞാൻ താങ്കളോട് ചോദിച്ചു കൊള്ളട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ റൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം. ഇവിടെ വ്യാസദേവൻ പറയുന്നത് എന്താണ് നാരദമുനിയോട്? അദ്ദേഹം പറയുന്നു, ശരിയാണ് അങ്ങ് പറഞ്ഞത്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു, ഓക്കെ, ഇതെല്ലാം ഞാൻ എഴുതി, ഇതൊക്കെ ശരിയാണ്, പക്ഷേ സംതൃപ്തിയില്ല എനിക്ക്. ആ അസംതൃപ്തിയുടെ മൂല കാരണം എന്താണ്? റൂട്ട് കോസ് എന്താണ്? എല്ലാവിധ തരത്തിലും ഞാൻ നോക്കുമ്പോൾ വ്യാസദേവൻ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതല്ല, എനിക്ക് എല്ലാ കഴിവും ഉണ്ടായിട്ടും ഞാനിത് അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ അദ്ദേഹം നാരദമുനി പറഞ്ഞ കാര്യം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയുവാണ്, ശരിയാണ്, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എന്നാലും എനിക്ക് സംതൃപ്തി തോന്നുന്നില്ല. അതിൻ്റെ മൂല കാരണം എന്താണ്? അങ്ങാണെങ്കിൽ അങ്ങ് ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അതാണ് സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. മാത്രമല്ല അങ്ങയുടെ അറിവ് എന്ന് പറഞ്ഞാൽ അഗാധബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ജ്ഞാനം അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് നോളജ് ഉണ്ട്, അതായത് അഗാധബോധം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങേക്ക് എന്താണ് എനിക്ക് തോന്നുന്ന അസംതൃപ്തിയുടെ മൂലകാരണമെന്ന് അഗാധബോധം, അത്രയും അറിവുള്ള അങ്ങേക്ക് ഇതിൻ്റെ കാരണം എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത് വ്യാസദേവൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാവുന്നത്,
ആത്മീയ ഗുരുവിനോട്, ആധ്യാത്മിക ഗുരു, ദീക്ഷാഗുരു, ശിക്ഷാഗുരു അല്ലെങ്കിൽ നമ്മളുടെ സുപ്പീരിയേഴ്സിനോട്, ആത്മീയ സ്പിരിച്വൽ സുപ്പീരിയേഴ്സിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ളതല്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ നാമജപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സാധനയിൽ പല തടസ്സങ്ങളും നേരിടും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും, പല ബാധകളും ഉണ്ടാവും, അല്ലെങ്കിൽ പല ഡൗട്ട്സുകളും ഉണ്ടാവും ശാസ്ത്രത്തിൽ നിന്നുള്ളത്. എന്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്കങ്ങനെ നമ്മുടെ അലട്ടുന്നുണ്ടെങ്കിൽ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ശാസ്ത്രത്തിലാവട്ടെ അല്ലെങ്കിൽ ജീവിതത്തിലാവട്ടെ അല്ലെങ്കിൽ ആത്മീയ ആ ഒരു പാതയിൽ അല്ലെങ്കിൽ ആ സാധനയിലാവട്ടെ, എന്തെങ്കിലും തടസ്സങ്ങളോ ബാധകളോ ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടി കൂടാതെ നമ്മൾ ഗുരുവിനോട് ചോദിക്കണം. ഗുരുവിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം അല്ലെങ്കിൽ മാർഗനിർദ്ദേശം തരിക എന്നുള്ളതാണ്. ഗുരു അത് ചെയ്യും, ഗുരുവിൻ്റെ റോളാണ്. ശിഷ്യൻ്റെ റോളാണ് ചോദിക്കുക എന്നുള്ളതും. അപ്പോൾ ഇവിടെ വ്യാസദേവൻ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞ അധ്യായത്തിൽ, അദ്ദേഹം ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഇതാണ്, വേണ്ട രീതിയിൽ ഞാൻ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, സ്തുതിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഓൾറെഡി തോന്നിക്കഴിഞ്ഞു. എന്നാൽ അതിനെ ഇപ്പോൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടെ കൺഫേം ചെയ്യുന്നു വ്യാസദേവൻ്റെ അടുത്ത്, ഗുരുവിൻ്റെ അടുത്ത്. അങ്ങ് പറഞ്ഞു തന്നാലും എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ലെസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞത് നമ്മളും ഇതേപോലെ ഘട്ടങ്ങൾ, ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സംശയങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗുരുവിനോട് ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതാണ് പഠിക്കുന്നത് കാര്യം. അല്ലാതെ നമ്മൾ തന്നെ പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് എവിടെ എത്തില്ല. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാനായിരിക്കും. അപ്പോൾ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ആത്മീയ പാതയിൽ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ അവർക്കത് നോക്കി എടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ മടി കൂടാതെ, അവിടെ പ്രായമോ നമ്മുടെ സ്പിരിച്വൽ സുപ്പീരിയർ പ്രായം കൊണ്ട് ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നാം നോക്കുമ്പോൾ അധികം നമ്മളെക്കാൾ പ്രായം കൊണ്ട് കുറവ്, അല്ലെങ്കിൽ അതൊന്നും ക്രൈറ്റീരിയ അല്ല. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഗുരുവാകും, ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. പ്രായം ഇതിൽ ഒരു പ്രശ്നമല്ല. അപ്പോൾ സംശയങ്ങൾ വരുമ്പോൾ, ഇങ്ങനെ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം ചോദിക്കണം. സ്വന്തമായിട്ട് നമ്മൾ തീരുമാനങ്ങളെടുത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ പലപ്പോഴും അവിടെ ഫെയിലിയേഴ്സ് സംഭവിക്കും. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും പിന്നീട്. പല തീരുമാനങ്ങളും നമ്മൾ അതായത് വേണ്ട രീതിയിൽ ആലോചിക്കാതെ, കാര്യം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് സമാധാനത്തോടു കൂടിയും മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വല്ലാതെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത്, വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ലാതെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലും, വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോഴും വല്ലാതെ സന്തോഷിച്ചിരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനമായിരിക്കില്ല അത്. കാര്യം നമ്മളൊരു ഇമോഷൻ്റെ പുറത്തായിരിക്കും. ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ഇമോഷണലി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. സന്തോഷമാണെങ്കിൽ നമ്മൾ ഓവർ ജോയ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ രണ്ടും നമ്മുടെ ആക്ച്വൽ നോർമലായിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല. നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇടയിലുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ലെവലാണ്. ഇത് രണ്ടും എക്സ്ട്രീം കണ്ടീഷൻസ് ആണ്. അപ്പോൾ എക്സ്ട്രീം കണ്ടീഷൻസിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചില സമയങ്ങളിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ അവസ്ഥ മാനസികമായിട്ട് നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ടെൻഷനും സ്ട്രെസ്സുള്ള സമയമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരിയായിട്ടുള്ളതായിക്കൊള്ളണമെന്നില്ല. കാര്യം ഇമോഷൻ്റെ പുറത്തുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കും പലപ്പോഴും. അങ്ങനെയും സംഭവിക്കാം. ആ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്പിരിച്വൽ മെച്യൂരിറ്റി വരിക എന്ന് പറയുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ചിലപ്പോൾ മെച്യൂരിറ്റി ഉണ്ടാവും, ചില സമയത്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഫെയിലാവുക എന്നുള്ളത് അങ്ങനെയല്ല. അപ്പോൾ എപ്പോഴും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗുരു എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക. കാര്യം ശാസ്ത്രങ്ങളിൽ നിന്ന് ഗുരു പറയുന്നത് ശാസ്ത്രങ്ങൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗുരു ആത്മീയജ്ഞാനം ഉള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ പറയുന്ന തീരുമാനങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. അപ്പോൾ അത് നമുക്ക്
നമുക്ക് ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടാവില്ല, പക്ഷേ അത് നമുക്ക് കണ്ണടച്ച് ഫോളോ ചെയ്യാൻ സാധിക്കണം. ആ ഒരു വിശ്വാസം വേണം നമുക്ക് ഗുരുവിനോട്. എന്നാൽ തന്നെയാണ് അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് പഠിക്കേണ്ട ലെസൺസാണ്. ശ്രീല പ്രഭുപാദ് പറയുന്നു, ചെറിയ ഭാവാർത്ഥമാണ്, പക്ഷേ എന്നാലും ഇവിടെ പറയുന്നു, ഇവിടെ പ്രഭുപാദം പറയുന്നുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞത് പ്രഭുപാദിൻ്റെ വാക്കുകളെ എക്സ്പാൻഡ് ചെയ്താണ്. അദ്ദേഹം പറയുന്നു ഇത് എല്ലായ്പ്പോഴും ആവശ്യമാണ്. നാരദമുനിയെ പോലുള്ള ഒരു വരിഷ്ഠനായിട്ടുള്ള വ്യക്തിയോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. എന്തെങ്കിലും നമ്മൾ, അതായത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, കാര്യം മനസ്സും ശരീരവും നമുക്ക് ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടിരിക്കും. അത് ഈ ഭൗതിക ലോകത്തിലെ അതിനെയാണ് ആധ്യാത്മിക ക്ലേശങ്ങളെന്ന് പറയുക. ആധ്യാത്മിക ക്ലേശങ്ങളുണ്ടാവും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഉണ്ടാവും, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല. എന്നാൽ ഈ ക്ലേശങ്ങൾക്കുള്ള നിവാരണം അല്ലെങ്കിൽ അതിൻ്റെ മൂലകാരണങ്ങൾ പറഞ്ഞു തരുവാനും അതിന് സൊല്യൂഷൻ പറഞ്ഞു തരാനും സാധിക്കുന്നത് നാരദമുനിയെ പോലെ വരിഷ്ഠരായിട്ടുള്ള ഗുരുജനങ്ങൾക്കാണ്. അപ്പോൾ അത് നമ്മൾ വ്യാസദേവൻ ചെയ്തതുപോലെ ചെയ്യണമെന്നുള്ളത് ഇവിടെ നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്. ശ്ലോകം 6. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോ യാ പുരുഷ പുരാണഃ പരാവരേഷോ മനസൈവ വിശ്വം സൃജദ്യവത്യത്തി ഗുണൈരസംഗഃ. ഷീമ മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ദീപ പകീന്ദ്രനാണോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 5. വ്യാസ ഉവാച. അതന്നെയല്ലേ? അതല്ല, ഹരേ കൃഷ്ണ. ശ്ലോകം 6 ആണല്ലേ പ്രഭു? ഹരേ കൃഷ്ണ. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യമുപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗ. വിവർത്തനം. ഹേ പ്രഭു, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനും ആത്മീയ ലോക പരിപാലകനും ഭൗതിക ലോക സൃഷ്ടാവും സംഹാരകനുമായ പരമദിവ്യോത്തമ പുരുഷനെ അങ്ങ് ആരാധിക്കയാൽ ദുർജ്ഞേയമായ സർവ്വതും അങ്ങേക്ക് സുഗ്രാഹ്യമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങേക്ക് വ്യാസദേവൻ പറയുന്നു നാരദമുനിയോട്, അങ്ങേക്ക് എല്ലാം അറിയാം. വേദ അമസ്ത ഗുഹ്യം, അതായത് വേദങ്ങളിൽ പറയുന്ന ഗുഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാം. ഗുരുവിനോട് പറയുന്നു വേദ സമസ്ത ഗുഹ്യം, വേദങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാം. അതേപോലെ തന്നെ പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വേദസമസ്ത ഗുഹ്യം, അങ്ങേക്ക് വേദങ്ങളിൽ പറയുന്ന സമസ്ത കാര്യങ്ങളും ഗുഹ്യമായിട്ടുള്ള എല്ലാം അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ആരെയാണ് ആരാധിക്കുന്നത്? പരമദിവ്യത്വം പുരുഷനെയാണ്. ആ പരമദിവ്യത്വം പുരുഷൻ ആരാണ്? പുരാണ പുരുഷൻ, അതായത് ഭഗവാനെയാണ് ആരാധിക്കുന്നത്. ആ ഭഗവാന്റെ ക്വാളിറ്റീസ് പറയുന്നു. അദ്ദേഹം ഈ ഭൗതിക ലോകത്തിൻ്റെയും ആധ്യാത്മിക ലോകത്തെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. പരാവരേശ, ഈശ എന്ന് പറഞ്ഞാൽ കൺട്രോളർ. ഈശ്വര എന്ന് പറയുന്നാൽ അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം കൺട്രോളർ എന്നുള്ളതാണ്. പരാവരേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകങ്ങളും, അതായത് ആധ്യാത്മിക ലോകങ്ങളും അതേപോലെ ഭൗതിക ലോകവും എല്ലാത്തിൻ്റെയും കൺട്രോളർ, നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു അതേ ഭഗവാൻ തന്നെ ഗുണേരസംഗ, അതായത് ത്രിഗുണങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് വേദസമസ്ത ഗുഹ്യം, അങ്ങേക്ക് എല്ലാം അറിയാം വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഭഗവാനെ ആരാധിക്കുന്നു. ആ ഭഗവാൻ പുരാണ പുരുഷനാണ്, അതായത് അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാത്തിൻ്റെയും പുരാണ പുരുഷം, എല്ലാത്തിൻ്റെയും സോഴ്സ് അദ്ദേഹമാണ്, എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹമാണ്. അനാദിർ ആദിർ ഗോവിന്ദ, അല്ലേ? നാദിർ ആദിർ ഗോവിന്ദ, എല്ലാത്തിൻ്റെ ഒറിജിൻ അദ്ദേഹത്തിൽ നിന്നാണ്. മാത്രമല്ല പരാവരേഷ, അതേപോലെ ഗുണേരസംഘ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു വ്യക്തി 100% ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഭഗവത് സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാവിധ അറിവുകളും ഉണ്ടാവും എന്നാണ് പറയുന്നത്.
100% ഭക്തിയുത സേവനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവർ, 100% ഭക്തിയുത സേവനങ്ങളിൽ എൻഗേജ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എല്ലാവിധ അറിവുകളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാര്യം എന്താണ് പ്രഭുപാദ് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ളൊരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങളിലൂടെ എല്ലാ അറിവും അദ്ദേഹത്തിന് കിട്ടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ആ ക്വാളിഫിക്കേഷൻ ആണ്. ഭഗവാൻ ആ കഴിവ് അല്ലെങ്കിൽ ആ അറിവുകൾ കൊടുക്കുന്നു ആ വ്യക്തിക്ക്. ഭഗവാന്റെ കൃപ അവരിൽ വരുന്നു, എല്ലാവിധ അറിവുകളും അവർക്ക് ഉണ്ടാവും. അപ്പോൾ അറിവ് എന്ന് പറയുന്നത്, ആത്മീയജ്ഞാനം എന്ന് പറയുന്നത് സംസ്കൃത പാണ്ഡിത്യമോ അല്ലെങ്കിൽ അതൊന്നുമല്ല. ആത്മീയജ്ഞാനം ഹൃദയത്തിൽ നമുക്ക് തോന്നുന്ന ആ ഭക്തിയുടെ ആ ലെവലാണ്. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഭക്തിയിൽ നമുക്ക് നമ്മുടെ ഉയർച്ച, നമ്മൾ ആ ഫീലിങ്സും റിയലൈസേഷൻസും തിരിച്ചറിവുകളും ഇതെല്ലാം ഇമോഷൻസും, ഇതാണ് ശരിക്കും അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അങ്ങനെ ആ ഒരു ഇമോഷൻ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഭഗവാനോടുള്ള സ്നേഹം ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ റിസൾട്ട് ആക്ച്വലി. ആ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണൻ മഹാപ്രഭുവിൻ്റെ ചൈതന്യലീലയിൽ, ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, അദ്ദേഹം ശ്രീരംഗം ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു ബ്രാഹ്മണൻ പുസ്തകം തലതിരിച്ചുകൊണ്ട് ഭഗവത്ഗീത വായിക്കുന്നത് കണ്ടു. തലതിരിച്ചുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തെറ്റായിട്ടാണ് ശ്ലോകങ്ങൾ വായിക്കുന്നത്. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല. ആളുകൾ കളിയാക്കുന്നു അദ്ദേഹത്തെ. പല ആളുകളും കളിയാക്കി പോകുന്നുണ്ട്. നിങ്ങൾക്ക് നാണാവില്ലേ, വല്ല ആവശ്യമുണ്ടോ, ഈ തെറ്റായിട്ട് വായിച്ച് അപരാധം എന്തിനാണ് നിങ്ങൾ വരുത്തുന്നത്, നിങ്ങളത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരക്ഷരം മിണ്ടുന്നില്ല. ആൾക്കാർ പറഞ്ഞോട്ടെ, അദ്ദേഹം വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വായിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ണുനീര് കൊണ്ട്, കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഭഗവത്ഗീത വായിക്കുന്നു. പക്ഷെ നിങ്ങൾ വായിക്കുന്നത് തെറ്റാണ്, ആളുകൾ കളിയാക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ശരിയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് അങ്ങും പറയുന്നത് ശരിയാണ്. കാര്യം എനിക്ക് വിദ്യാഭ്യാസമില്ല. വിപ്രകഹേ മൂർഖ അമി അർത്ഥ നഹി ജാനി ശുദ്ധ അശുദ്ധ ഗീത പടി ഗുരു ആഗ്യ മാനി. വിപ്രൻ ബ്രാഹ്മണൻ പറയുന്നു, മൂർഖാമി, ഞാൻ മൂർഖനാണ്, ഞാൻ വിഡ്ഢിയാണ്, എനിക്കൊന്നും അറിയില്ല. അർത്ഥ നഹി ജാനി, ഞാൻ ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. ശുദ്ധ അശുദ്ധ ഗീത പടി ഗുരു ആഗ്യമാനി. ചില സമയത്ത് ഞാൻ വായിക്കുന്നത് ശരിയായിരിക്കും തോന്നുന്നു, ചില സമയത്ത് ഞാൻ ശരിയായിട്ട് വായിക്കുന്നു, ചില സമയത്ത് തെറ്റായിട്ടാണ് വായിക്കുന്നത്. കാര്യം എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഗുരു ആഗ്യമാനി, എൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ മാനിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഗുരു എന്നോട് പറഞ്ഞു ഇത് ചെയ്യുവാൻ, ഞാനതുകൊണ്ട് ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. മഹാപ്രഭുവിന് സന്തോഷമായി. മഹാപ്രഭു ചോദിച്ചു, ഓക്കെ ശരി, ഗുരു പറഞ്ഞ് നീ ചെയ്യുന്നു, അതുകൊണ്ട് ശരിയാണ്, ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നിൻ്റെ കണ്ണിൽ എന്തുകൊണ്ട് വെള്ളം വരുന്നു, എന്തുകൊണ്ട് നീ കരയുന്നു, അതിന് ഉത്തരം പറയാൻ പറഞ്ഞു. ആ സമയത്ത് വിപ്രൻ, ഈ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ഈ ഭഗവത്ഗീത വായിക്കുമ്പോൾ ഈ ശ്ലോകത്തിലുള്ള അർത്ഥങ്ങളൊന്നുമെല്ലാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് ചോദിച്ചു മഹാപ്രഭു. അദ്ദേഹം പറയുന്നു, പരമദൈവോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹം അർജുനൻ്റെ തേരാളിയായി, അർജുനൻ്റെ രഥമോടിക്കുന്ന ഡ്രൈവറായി ഇവിടെ ഇരിക്കുന്നു. ഇത്രയും, അതായത് പരമദൈവോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഒരു സേവകൻ്റെ ജോലി ചെയ്യുന്നു. ആ ഒരു മഹാകാരുണ്യത്തെക്കുറിച്ച് ഓർത്ത്, ഭഗവാന്റെ ആ ഭക്ത വാത്സല്യത ഓർത്ത് എൻ്റെ മനസ്സലിയുന്നു, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഭഗവത്ഗീതയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മഹാപ്രഭു ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം കീർത്തനം ചൊല്ലുന്നു, ചാടുന്നു, അഷ്ടസാത്വിക വികാരങ്ങൾ വരുന്നു. കൃഷ്ണപ്രേമം മഹാപ്രഭുവിലൂടെ മഹാപ്രഭു അദ്ദേഹത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്?
അപ്പോൾ അറിവും പാണ്ഡിത്യവും അല്ല കാര്യം, ഹൃദയത്തിൽ തോന്നുന്ന തിരിച്ചറിവുകൾ, അതാണ് ശരിയായിട്ടുള്ള അറിവ്. അതുകൊണ്ട് മഹാപ്രഭു പറഞ്ഞത് ഗീതയുടെ അർത്ഥം നിനക്ക് മാത്രമേ ശരിക്കും മനസ്സിലായിട്ടുള്ളൂ എന്ന്. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അതേ കാര്യമാണ്. എന്താ പറയുന്നത്? നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. പ്രഭുപാദ് പറയുന്നത് എന്താണ്? ആരാണോ 100% ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പരിശുദ്ധ ആത്മാർത്ഥയോടുകൂടി ഭക്തി സേവനങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവിധ അറിവുകളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ശ്ലോകങ്ങൾ അറിയാമെന്നോ, അല്ലെങ്കിൽ 10 പ്രാവശ്യം 100 പ്രാവശ്യം ഭാഗവതം 1 ശ്ലോകം മുതൽ 18,000 ശ്ലോകം വരെ വായിച്ചു എന്നുള്ളതൊന്നുമല്ല കാര്യം. ഉള്ളിൽ വരുന്ന തിരിച്ചറിവുകളിലാണ് കാര്യം. അതായത് നമ്മുടെ ആ ഒരു ഫീലിങ്സ്, അതാണ് പ്രേമം. പ്രഭുപാദ് ഇവിടെ പറയുന്നു. ശ്രീപാദ് നാരദമുനി അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് ഇവിടെ പറയുന്നു. പ്രഭുപാദ് ഭാവാർത്ഥത്തിൻ്റെ അവസാനത്തെ വരിയിൽ പറയുന്നതാണ്, ശ്രീപാദ് നാരദമുനി 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഭഗവാനല്ല, ഭഗവാനുമായിട്ട് ഈക്വൽ അല്ല, പക്ഷേ അദ്ദേഹം പെർഫെക്റ്റാണ്. കാര്യം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. പരിശുദ്ധ ഭക്തർക്ക് ഭഗവാന്റെ ക്വാളിറ്റീസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. അതിമനോഹരം. ഓക്കെ, ശ്ലോകം 7. ത്വം പര്യതൻ അർക്ക ഇവ ത്രിലോകിം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വൃതൈ സ്നാതസ്യ മേ നൂനം അലം വിചക്ഷ്വ. റോഷി മാതാജി ഉണ്ടോ? ഷീല മാതാജി വായിക്കും. ഷീല സുദർശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. ഹരേ കൃഷ്ണ. ശ്ലോകം 7. ത്വം പര്യടനർക്ക ഇവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വ. വിവർത്തനം ശ്രീലപ്രഭാത് കീ ജയ്. അങ്ങയുടെ സുശീലത സൂര്യനെ പോലെ ത്രിലോകങ്ങളിൽ സർവസ്വവും സഞ്ചരിക്കുകയും വായുവിനെ പോലെ സർവരുടെയും അന്തരംഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്രകാരം സർവവ്യാപിയായ പരമാത്മാവിന്റെ അത്രത്തോളം നന്മയുള്ളവനാണ് അങ്ങ്. ആകയാൽ ശിക്ഷണപരമായ ധർമാനുശാസനങ്ങൾക്കും ശപഥങ്ങൾക്കും വിധേയമായി അതീന്ദ്രിയത്തിൽ ആമഗ്നനായിരുന്നിട്ടും കൂടി എന്നിൽ ഭവിച്ച ന്യൂനതകളെ ദയവായി കണ്ടെത്തി എനിക്ക് അരുളി ചെയ്യുക. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, സൂര്യനെ പോലെ അങ്ങ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു, കാറ്റ് വീശുന്നത് പോലെ അങ്ങ് എല്ലായിടത്തും അങ്ങേക്ക് പോകാൻ സാധിക്കുന്നു. നാരദമുനിക്ക് എവിടെ വേണമെങ്കിൽ പോവാം അല്ലേ? നാരദമുനിയുടെ ക്വാളിറ്റിയാണത്. പിന്നീട് പറയുന്നത് അങ്ങ് പരമാത്മാവിനെ പോലെ ആത്മസാക്ഷി എന്നാണ് വിളിക്കുന്നത്. ആത്മസാക്ഷി, പരമാത്മാവിനെ പോലെ അങ്ങ് എല്ലായിടത്തും ഉണ്ട്. അങ്ങ് എല്ലാം കാണുന്നു, എല്ലാം അങ്ങേക്ക് അറിയാം. അങ്ങേക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നാലും എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് അത് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പരമാത്മാവ് എന്നുള്ള രീതിയിൽ ഭഗവാനെ ആത്മസാക്ഷി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഭഗവാൻ എന്നുള്ളൊരു ഭാവത്തിലല്ല വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. പരിശുദ്ധ ഭക്തനായിട്ടുള്ള അങ്ങേക്ക് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. അങ്ങേക്ക് എല്ലാം അറിയാം. അങ്ങ് എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാം വിറ്റ്നസ് ചെയ്യുന്നു, എല്ലാം കാണുന്നുണ്ട്. അങ്ങ് ആത്മസാക്ഷിയാണ്, അങ്ങേക്ക് എല്ലാം അറിയാം. കാര്യം ഭഗവാന്റെ പരിശുദ്ധ ഭക്തർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നു, അവർക്ക് എല്ലാ അറിവുകളും ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങ് അതുകൊണ്ട് എനിക്ക് എൻ്റെ വിഷമത്തിൻ്റെ ഞാൻ വിഷമിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞു തന്നാലും, എന്താണ് എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓക്കെ, ഇനി വ്യാസദേവൻ അത്രയും പറഞ്ഞു. ഇനി നാരദമുനിയാണ് ഇനി പറയാൻ പോകുന്നത്. 8ാമത്തെ ശ്ലോകം മുതൽ 22ാമത്തെ ശ്ലോകം വരെ, 8 മുതൽ 22 വരെ നാരദമുനി
ഇനി ഭഗവാനെ അതായത് ഭഗവാനെ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് നിനക്ക് ഈ വിഷമം എന്നുള്ളത് നാരദമുനി ഇനി പറയാൻ പോവാണ്, കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഭഗവാനെ സ്തുതിക്കണം, അത് ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് വിഷമം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ 22 ശ്ലോകം വരെ, 8 മുതൽ 22 വരെ അതാണ് തീം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശ്ലോകം, എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നാരദമുനിക്ക്. ശ്രീ നാരദോവാച ഭവതാനൂദിത പ്രായം യശോ ഭഗവതോ അമലം യേനൈവാസോ ന തുഷ്ട്യേത മന്യേ തദ്ദർശനം ഖിലം. ഓക്കെ, മീന കുമാരി മാതാജി വായിക്കൂ. ഓക്കെ, ഇല്ലെങ്കിൽ വരദ മാതാജി ഉണ്ടോ? ഹരിബോൾ. ഓക്കെ, ഇല്ലെങ്കിൽ സാരമില്ല, നോ പ്രോബ്ലം. ശ്രീദേവി ഹരിവന്ദന മാതാജി ഉണ്ടോ? ഓക്കെ ഓക്കെ, പ്രീത മധു മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ നാരദ ഉവാച ഭവതാനോദിന പ്രായം യശോ ഭഗവതോ മലം യേനൈവാസോ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. വിവർത്തനം ശ്രീല പ്രഭുപാദി ജയ്. ശ്രീ നാരദൻ അരുളി ചെയ്തു, പരമദിവ്യത്വ പുരുഷന്റെ ഉദാത്തവും കളങ്കരഹിതവുമായ മഹാത്മ്യങ്ങളെ താങ്കൾ വേണ്ടവിധം വിസ്താരത്തോടെ വർണ്ണിച്ചിട്ടില്ല. ഭഗവാന്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാത്ത തത്വദർശനങ്ങൾ വിലകെട്ടവയാണെന്ന് കരുതപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു. നാരദൻ, ശ്രീപദ് നാരദമുനി ഇവിടെ 8ാമത്തെ ശ്ലോകത്തിലും 9ാമത്തെ ശ്ലോകം, ഈ 2 ശ്ലോകങ്ങളായിട്ട് അദ്ദേഹം ആ വ്യാസദേവനെ പറ്റിയിട്ടുള്ള 2 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്താണെന്നുള്ളത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 2 ഡിഫക്റ്റുകൾ ഇവിടെ 8ലും 9ലുമായിട്ട് പറയുന്നു. ആദ്യത്തേൽ പറയുന്നു, 8ൽ പറയുന്നു, ആദ്യത്തെ റീസൺ പറയുന്നത്. 1ാമത്തെ കാരണം, 2 കാരണങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ കാരണം അദ്ദേഹം പറയുന്നു, വേണ്ട രീതിയിൽ നീ ഭഗവാനെ സ്തുതിച്ചിട്ടില്ല. യശോ ഭഗവതോ അമലം, ഭഗവാന്റെ ആ ഗ്ലോറീസ്, അമലമായിട്ടുള്ള ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് നീ വേണ്ട രീതിയിൽ വർണ്ണിച്ചിട്ടില്ല. അതാണ് ആദ്യത്തെ റീസൺ. അമലമായിട്ടുള്ള ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ഗ്ലോറീസ് നീ വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റുള്ള കൃതികളിൽ അല്ലെങ്കിൽ വേദങ്ങൾ, മഹാഭാരതം, എന്ത് വേണമെങ്കിൽ ആവട്ടെ, അതിലൊന്നും വേണ്ട രീതിയിൽ നീ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. യശോ ഭഗവതോ അമലം. പിന്നീട് പറയുന്നു അദ്ദേഹം, മന്യേ തത് ദർശനം ഖിലം. അതായത് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, തത്വങ്ങൾ എന്ന് പറയുന്നത് അത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാത്ത തത്വങ്ങളാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തദ് ദർശനം ഖിലം, മന്യേ തദ് ദർശനം ഖിലം. പക്ഷേ അത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാന് സന്തോഷം കൊടുക്കുന്ന കാര്യമാണോ, അങ്ങനെയുള്ള തത്വങ്ങളാണോ, ഫിലോസഫിയാണോ നീ പറഞ്ഞിട്ടുള്ളത്? അത് അല്ലാത്ത പക്ഷം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നത്. അതാണ് നാരദമുനി വ്യാസദേവനോട് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മുടെ അതായത് ഇവിടെ വേദങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങളെക്കുറിച്ച് പറയുന്നു. തത്വങ്ങളിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാത്ത കാര്യങ്ങൾ, അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അണ്ടർലൈനിങ് ഫാക്ടർ. ഇപ്പോൾ തത്വങ്ങളുടെ കാര്യമോ വേദങ്ങളുടെ കാര്യമോ ശാസ്ത്രങ്ങളുടെ കാര്യമോ മാത്രമല്ല, ചെയ്യുന്ന എന്ത് കാര്യമാവട്ടെ,
നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാവട്ടെ, അത് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന സാധന, നമ്മൾ ചെയ്യുന്ന നാമജപം, ഭാഗവത ശ്രവണം, പഠനം എല്ലാം എന്ത് വേണമെങ്കിൽ അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സന്തോഷം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, അതാണ് പർപ്പസ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും ഉദ്ദേശം ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത് സംസിദ്ധീർ ഹരി തോഷണം. ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ആ ഒരു ഭാവത്തിലായിരിക്കണം നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു, നീ എഴുതി എല്ലാം ഭംഗിയാണ്, വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഭഗവാന് സന്തോഷമായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥവും നമുക്ക് തന്നിട്ടുണ്ട്. ശ്രീല ജീവ ഗോസ്വാമി സൂചിപ്പിക്കുന്നതോടെ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ വേദാന്ത സൂത്രം, നമ്മളിത് നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഞാനതിൻ്റെ ഹിൻഡ് തന്നിരുന്നു. വേദാന്ത സൂത്രങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ ഇതെല്ലാം ഓൾറെഡി വേദാന്തമെല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആര്? വേദാന്ത സൂത്രം ഓൾറെഡി എഴുതിയിട്ടുണ്ട് വ്യാസദേവൻ. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നില്ല, സമാധാനം അല്ലെങ്കിൽ സംതൃപ്തി കിട്ടുന്നില്ല. ഇപ്പോൾ ശ്രീല ജീവ ഗോസ്വാമി പറയുന്നു, കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രത്തിൽ അല്ലെങ്കിൽ വേദാന്ത സൂത്രങ്ങളിൽ ഭഗവാനെ സ്തുതിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറയുന്നില്ല. അവിടെ കൂടുതലും ബ്രഹ്മജ്ഞാനമാണ് പറയുന്നത്. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരാകാര ബ്രഹ്മത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഭക്തിയെക്കുറിച്ചും ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഭഗവാന്റെ മഹത്വങ്ങളെക്കുറിച്ചും വേദാന്ത സൂത്രങ്ങളിൽ ഊന്നൽ കൊടുക്കുന്നില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിനക്ക് സംതൃപ്തി കിട്ടാത്തത്. കാര്യം വേദാന്തം നേരത്തെ നമ്മൾ പറഞ്ഞു, വേദങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആണ് ആക്ച്വലി. അപ്പോൾ അതിൽ എല്ലാം വരേണ്ടതാണ്. പക്ഷേ ആചാര്യന്മാർ പറയുന്നു വ്യാസദേവൻ അതിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ, നാരദമുനി പറയുന്ന കാര്യം തന്നെയാണ്. നാരദമുനി വ്യാസദേവനോട് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പറയുന്നു നമ്മുടെ ആചാര്യന്മാർ. ശ്രീലജീവ ഗോസ്വാമി പറയുന്നതാണ്, വേണ്ട രീതിയിൽ അവിടെ ഭഗവാനെ സ്തുതിച്ചിട്ടില്ല. ഭഗവാനെ സ്തുതിക്കുന്ന കാര്യങ്ങൾ വേദാന്തങ്ങളില്ല. എന്നാൽ ബ്രഹ്മജ്ഞാനമാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആ ഭഗവാൻ ആസ്പെക്റ്റിനെ കുറിച്ച് വേണ്ട രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല വേദാന്ത സൂത്രങ്ങളിൽ. അതുകൊണ്ട് ആണ് അതിന് കുറവുള്ളത്. അതുകൊണ്ടാണ് അതിൽ കുറവുള്ളതും വ്യാസദേവൻ സംതൃപ്തി കിട്ടാത്തതും. അതാണ് പറയുന്നത്. ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ ശ്ലോകത്തിൻ്റെ ആ ഒരു വിവർത്തനത്തിൽ അദ്ദേഹം വിവരിക്കുന്നു, നാരദമുനിയും വ്യാസദേവനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല വിവർത്തനങ്ങളും അങ്ങനെയാണ്. അതൊരു കോൺവെർസേഷൻ രൂപത്തിൽ അദ്ദേഹം എഴുതും. അപ്പോൾ അവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, നാരദമുനി പറയുവാണ് വ്യാസദേവനോട്, നീ വേണ്ടത്ര നീ ഭഗവാനെ സ്തുതിച്ചിട്ടില്ല മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ. ഭഗവാന്റെ ആ ഒരു സുപ്പീരിയർ പൊസിഷനെ കുറിച്ച് നീ വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും നാമത്തെക്കുറിച്ചും ഭഗവാന്റെ ആ ഒരു ക്വാളിറ്റീസും ഗുണങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും നീ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ എന്ന് നാരദമുനി എടുത്തു പറയുന്നു. വ്യാസദേവൻ പറയുന്നു, പക്ഷെ ഞാൻ വേദാന്ത ദർശനം എഴുതിയിട്ടുണ്ട്, വേദാന്ത സൂത്രം എഴുതിയിട്ടുണ്ട്, അതിൽ എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ നാരദമുനി പറയുന്നു, ഓക്കെ, വേദാന്ത സൂത്രത്തിൽ നീ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. ബ്രഹ്മസൂത്രം എഴുതിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, മനോഹരമാണ്. അദ്ദേഹം പറയുന്നു, വേദാന്ത സൂത്രം എഴുതിയിട്ടുള്ള നിനക്ക് പോലും മനസ്സിന് സമാധാനം കിട്ടിയിട്ടില്ല. പിന്നെ അത് വായിക്കുന്ന ഒരാൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക? നല്ല ചോദ്യം നാരദമുനി ചോദിക്കുന്നു. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിൻ്റെ അനാലിസിസ് ആണ്. അദ്ദേഹം പറയുന്നു, നീ വേദാന്തങ്ങൾ എഴുതിയിട്ടുള്ള നീയാണ്. എഴുതിയ ആൾക്ക് തന്നെ സംതൃപ്തി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് എന്ത് സന്തോഷം കിട്ടാനാണ്, അല്ലെങ്കിൽ എന്ത് സംതൃപ്തി, എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടും? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിൻ്റെ ഈ വേദാന്ത സൂത്രങ്ങൾ പോരാ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നുള്ളത്. നാരദമുനി വ്യാസദേവനോട് പറയുന്നു. അങ്ങനെയാണ് അവർ ഇവിടെ
എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം 9. യഥാ ധർമാദയശ്ചാർത്ത മുനിവർയാനുകീർത്തിതഃ കീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതഃ. ഓക്കെ, റൈറ്റ്. ജയാദായിനി മാതാജി വായിക്കൂ. കേട്ടിട്ടില്ല. സുചാരു മാതാജി വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവർയാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതാഃ. പ്രവർത്തനം ശീലപ്രഭുപാദ്. മതപരമായ അനുഷ്ഠാനങ്ങളിൽ ആരംഭിക്കുന്ന 4 തത്വങ്ങൾ സവിസ്തരമായി താങ്കൾ വിശദീകരിച്ചുവെങ്കിലും ശ്രേഷ്ഠർഷിയായ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ല. ഹരി കൃഷ്ണ. താങ്ക് യു. ഇപ്പോൾ രണ്ടാമത്തെ കുറവ്, ഡിഫക്റ്റ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? നീ എന്ത് ചെയ്തു? വ്യാസദേവനോട് പറയുന്നു നാരദമുനി, ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നതിന് പകരം ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തു. പുരുഷാർത്ഥങ്ങൾ 4 പുരുഷാർത്ഥങ്ങൾ പറയും, ധർമ്മ അർത്ഥ കാമ മോക്ഷ. അപ്പോൾ അതിൻ്റെ അർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്താണ്? ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം ചെയ്യൂ, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ചെയ്യൂ. ഡ്യൂട്ടി ചെയ്തുകൊണ്ട് നമ്മൾ ധനം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കൂ. അതിലൂടെ കാമ ആഗ്രഹങ്ങൾ നിറവേറ്റൂ. അവസാനം മോക്ഷം നേടാം, അല്ലെങ്കിൽ മോക്ഷം. ഈ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവില്ല. അപ്പോൾ അവസാനം നമ്മൾ മതിയായ ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ അവസാനം മോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. ആ മോക്ഷം എന്ന് പറയുന്നത് പക്ഷേ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്ന കാര്യമല്ല പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതോ അല്ലെങ്കിൽ നിരാകാര ബ്രഹ്മനിൽ പോയി ലയിക്കുക എന്നുള്ളതോ, ഇത് രണ്ടുമായിരിക്കാം മോക്ഷം. അല്ലാതെ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് 4 പുരുഷാർത്ഥങ്ങൾ. ഈ 4 പുരുഷാർത്ഥങ്ങൾ ആക്ച്വലി ഇത് ധർമാർത്ഥ കാമമോക്ഷ നോർമൽ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തൊരു സംഭവമുണ്ട്. അതാണ് പഞ്ചമ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. 4-നപ്പുറത്ത് 5-മത്തെ പഞ്ചമ പുരുഷാർത്ഥമാണ് ശുദ്ധഭക്തി അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് നീ എംഫസൈസസ് കൊടുത്തിട്ടില്ല, വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് 4 പുരുഷാർത്ഥങ്ങൾക്കാണ്. പഞ്ചമ പുരുഷാർത്ഥത്തിനാണ് നീ കൊടുക്കേണ്ടത് ആക്ച്വലി. അതാണ് എല്ലാ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം. എന്നാൽ അത് വേണ്ട രീതിയിൽ നീ ചെയ്തിട്ടില്ല. 4 പുരുഷാർത്ഥങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അനലൈസ് ചെയ്യുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ വ്യാസദേവൻ ഉത്തരം പറയുന്നു നാരദമുനിയോട്. അങ്ങ് പറഞ്ഞു ഞാൻ വേണ്ട രീതിയിൽ ഭഗവാനെ സ്തുതിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പത്മപുരാണത്തിലെ ലീലകൾ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ്റെ ലീലകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നാരദമുനി പറയുന്നു, ശരി, നീ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ വേണ്ട രീതിയിൽ നീ അതിനെ കൂടുതൽ ഊന്നി പറഞ്ഞിട്ടില്ല. അവിടെ ഇവിടേക്ക് ലീല പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ധർമാർത്ഥ കാമമോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. നീ ഭഗവാനെക്കുറിച്ച് സ്തുതിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പത്മപുരാണത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ. അപ്പോൾ നാരദമുനി തിരിച്ചു പറയുകയാണ്, പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവാനാണ് എന്നുള്ളത്, കൃഷ്ണപ്രേമമാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടില്ല. മാത്രമല്ല നീ ഭഗവാനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഭഗവാനെ സ്തുതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം മോക്ഷത്തിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതിനപ്പുറത്ത് പഞ്ചമ പുരുഷാർത്ഥം എന്ന് പറയുന്ന കൃഷ്ണപ്രേമത്തെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നാരദമുനി പറയുന്നു. അപ്പോൾ നമ്മുടെ വ്യാസദേവൻ തിരിച്ച് ചോദിക്കുന്നു, പക്ഷെ ഞാൻ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭക്തിയാണ് മുക്തിയേക്കാൾ വലുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
വീണ്ടും അദ്ദേഹം പറഞ്ഞു പത്മപുരാണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ശ്ലോകവും പറയുന്നുണ്ട്. അന്യത്ര പുണ്യ തീർത്ഥേഷു മുക്തിരേവ മഹാഫലം മുക്തി പ്രാർത്ഥ്യ ഹരേർ ഭക്തിർ മാധുര്യാം ച ലഭ്യത. പത്മപുരാണത്തിലെ ശ്ലോകമാണ്. അവിടെ പറയുന്നു, അതായത് മുക്തി ഒരു ലക്ഷ്യമാണ് പല ആളുകൾക്കും, എന്നാൽ അതിനപ്പുറത്ത് ഭക്തി എന്ന് പറയുന്നത്, പരമജീവത്വം പുരുഷൻ ഭഗവാനോടുള്ള ആ ഭക്തി എന്ന് പറയുന്നത്, അത് ഈവൻ മുക്താത്മാക്കൾ പോലും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. മുക്തി നേടിയവർ പോലും ഭക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭക്തിക്ക് മുക്തിയേക്കാൾ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പത്മപുരാണത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു പത്മപുരാണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് വ്യാസദേവൻ പറയുന്നു, അപ്പോൾ മാത്രമല്ല ഞാൻ ഭഗവത്ഗീതയിലും പറഞ്ഞു, ബ്രഹ്മഭൂത പ്രസന്നാത്മ നാശോച്ചതി ന കാംക്ഷതി സമസർവഭൂതേഷു മദ്ഭക്തിൻ ലഭതേ പരം. 18:54 ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മഭൂത ആ ഒരു സ്റ്റേജിൽ വരുന്ന ആൾക്കാർക്ക്, അതായത് ഒരു തരത്തിലുള്ള ശോചതി കാംക്ഷതി, ഒരു തരത്തിലുള്ള വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സമാസർവഭൂതേഷു എല്ലാവരെയും ഒരേപോലെ കാണുന്നു. മാത്രമല്ല മദ്ഭക്തിം ലഭതേ പരം. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സ്റ്റേജിലാണ് ശുദ്ധഭക്തി വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഭക്തിയെക്കുറിച്ച് ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാരദമുനി പറയുന്നു, പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ നീ വേണ്ട രീതിയിൽ അനുവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അവിടെ ഇവിടെയും പറഞ്ഞു, പക്ഷെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതാണ് പറയുന്നത് ന അനുവർത്തിത. ശ്ലോകത്തിൽ നോക്കിയാൽ കാണാം. അനുവർത്തിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റഡ്ലി ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ നീ അതിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെ നാരദമുനി പറയുന്നു, അതായത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു അതിനെ അവസാനിപ്പിക്കുകയല്ല. വീണ്ടും അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും എടുത്ത് പറയണം, ഊന്നൽ കൊടുക്കണം. അതാണ് റിപ്പിറ്റേഷൻ. ആനന്ദമയ അഭ്യാസാത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആനന്ദമയോ അഭ്യാസാത്, അതായത് വേദങ്ങൾ പറയുന്നു, ഈ പരമജീവത്വം പുരുഷൻ അല്ലെങ്കിൽ പരമ സത്യം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് അവിടെ എടുത്ത് പറയുന്നു. അതായത് വേദാന്ത സൂത്രങ്ങളും വേദങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം ആനന്ദമയോഭ്യാസാത്ത് എന്ന് പറയുന്നത് വേദാന്ത സൂത്രങ്ങളിൽ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് ഭഗവാന്റെ ആ ഒരു പൊസിഷനെ കുറിച്ച്. അപ്പോൾ ചില കാര്യങ്ങൾ നീ എടുത്തെടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലാണ് ആ ഒരു കാര്യത്തിൻ്റെ മഹാത്മ്യം ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞു, 100 കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, കാര്യമില്ല. പറഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം. അത് നീ ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ശ്ലോകം ഒന്ന് നോക്കൂ. ശ്ലോകം ഇത്ര നാരദമുനി പറയുന്നു. എന്നാൽ അതൊരു കോൺവെർസേഷൻ രൂപത്തിൽ നമ്മുടെ ആചാര്യന്മാർ പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ വ്യാസദേവൻ അങ്ങോട്ട് പറയുന്നു, ഉത്തരം തിരിച്ചിങ്ങോട്ട് പറയുന്നു. അപ്പോൾ അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യൻ പറയുന്നു, തിരിച്ച് ഉത്തരം പറയുന്നു. അതിമനോഹരമാണ്. അപ്പോൾ ശീലപ്രഭുപാദ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ പറയുന്നുണ്ട്. എല്ലാം ആക്ച്വലി പ്രഭുപാദ് നമ്മുടെ ആചാര്യന്മാരുടെ കമൻട്രിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വ്യാസദേവന് നാരദമുനിക്ക് മനസ്സിലായി വ്യാസദേവൻ്റെ ആ ഒരു വിഷമം എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടാത്തത്, കോസ് എന്താണെന്നുള്ളത്. അപ്പോൾ വേണ്ട രീതിയിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, സ്തുതിച്ചിട്ടില്ല, ഊന്നി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യാസദേവനോട് നാരദമുനി പറയുവാണ്, അവിടെ ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ മഹത്വങ്ങൾ നീ റിപ്പീറ്റായിട്ട് പറയണം, വിശദീകരിച്ച് അതിനെക്കുറിച്ച് പറയണം. ഒരുപാട് പ്രാവശ്യം അതിനെ എടുത്തെടുത്ത് പറയണം, ഊന്നി പറയണം, ഊന്നൽ കൊടുക്കണം. പഞ്ചമപുരുഷാർത്ഥത്തിന് ഊന്നൽ കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ വിഷമം വരില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നാരദമുനി അദ്ദേഹത്തോട് പറയുന്നത്, വ്യാസദേവനോട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിലാവാം. ഓൾറെഡി സമയമായി. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ
9 ശ്ലോകം വരെ ഇന്ന് പഠിച്ചു. ഇനി 10 മുതൽ അടുത്ത സെക്ഷനാണ്. നമുക്ക് ഭഗവാന്റെ കൃപയാണെങ്കിൽ തിങ്കളാഴ്ച പഠിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം കി ജായ്. ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജായ്. സമവേത ഗൗര ഭക്ത വൃന്ദ കി ജായ്. ജായ് ഗൗർ പ്രേമാനന്ദേ. ഹരേ ഹരി കൃഷ്ണ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സംശയോടെ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡോത്പണം. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. പ്രഭു, 2 ഡൗട്ട് ഉണ്ട്. സന്തോഷ് ഹരേ കൃഷ്ണ. പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, എൻ്റെ ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, വ്യാസദേവൻ തന്നെ ഭഗവാന്റെ അംശം അവതാരമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഭഗവാനെ അറിയത്തില്ലേ ഇത് ഈ മൊത്തം എഴുതണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ എഴുതണമെന്നൊക്കെ? അപ്പം നാരദമുനിയുടെ ഒരു ഭാവം അവിടെ വരാൻ കാര്യം എന്തോ? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ആക്ച്വലി വേദങ്ങൾ ഇങ്ങനെ എഴുതുന്നത് അതായത് എല്ലാവർക്കും ശുദ്ധഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവോ ആ ഒരു കപ്പാസിറ്റിയോ ഇല്ല. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 12ാം ക്ലാസ്സിലെ സിലബസ് കൊടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ അധീനതയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ സത്വഗുണം, രജഗുണം, തമോ ഗുണം പല കോമ്പിനേഷൻസിലാണ് ആളുകളിലുള്ളത്. ഓരോരുത്തരുടെ ബോധം അതനുസരിച്ചിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് ആളുകളോട് പറയുമ്പോൾ അത് ഡൈജസ്റ്റ് ആക്കാൻ പറ്റണ്ടേ എല്ലാവർക്കും. അതുകൊണ്ടാണ് വ്യാസദേവൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേദങ്ങൾ ഇത്രയും എല്ലാ ഗുണങ്ങളിലുള്ള ആളുകൾക്കും കാറ്റർ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം വിശദമായിട്ട് എഴുതിയിട്ടുള്ളത്. എന്നാലും അതിൻ്റെ വേദങ്ങളുടെ സത്ത് അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തിയാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ഭാഗവതം അതായത് മറ്റുള്ള സമയത്തും ശുദ്ധഭക്തരുണ്ട്. ശുദ്ധഭക്തർ പല ഏത് യുഗത്തിൽ നോക്കിയാലും ഭക്തരും ഉണ്ടാവും, അല്ലേ? ഭക്തരല്ലാത്തവരും ഉണ്ടാവും. ഇപ്പോൾ കലിയുഗത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതായത് ചില ആളുകൾക്ക് ആ സ്പിരിച്വൽ ക്രെഡിറ്റ്സ് കൂടുതലുള്ള ആളുകൾക്ക് ഇതെല്ലാം പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ തലതിരിഞ്ഞുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് അദ്ദേഹം വേദങ്ങളിൽ എല്ലാവർക്കും, അതായത് ലോകത്തിലെ എല്ലാവരെയും മുൻനിർത്തി കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ശക്തിയാവേശ അവതാരമാണ്, ശരിയാണ്. എന്നാൽ ഭഗവാന് അറിയാത്ത കാര്യമല്ല. അതാണ് പറഞ്ഞത്, ഭഗവാൻ അറിയാത്ത കാര്യമല്ല. എന്നാൽ എല്ലാവരെയും കാറ്റർ ചെയ്യണമല്ലോ, എല്ലാവരെയും കാറ്റർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ. അല്ലാണ്ട് ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ പോരാ. ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ശ്രീപാദ് ശങ്കരാചാര്യർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധദേവൻ വരുമ്പോൾ, ബുദ്ധദേവൻ വന്ന് പറഞ്ഞു വേദങ്ങൾ ആവശ്യമില്ല, റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാര്യം എന്തുകൊണ്ട് അദ്ദേഹം വന്നു? ബുദ്ധദേവൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. വേദങ്ങളിൽ പറയുന്ന ചില അനുഷ്ഠാനങ്ങളെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ വന്ന്, പ്രത്യേകിച്ചും ബലി അല്ലെങ്കിൽ മൃഗബലി അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ തോന്നിയ പോലെ ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ബുദ്ധൻ അവതാരം എടുക്കേണ്ടി വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു വേദങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അഹിംസ അല്ലെങ്കിൽ ശൂന്യവാദം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീപാദ് ശങ്കരാചാര്യർ വന്നു. ശങ്കരാചാര്യർ വന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ്ലി ശുദ്ധഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവിടെ നിരാകാര ബ്രഹ്മനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ്? വേദങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. വേദങ്ങളെ റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ ബുദ്ധ അവതാരത്തിൽ തിരിച്ച് വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ഇദ്ദേഹം ശ്രീപാദ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ ആരാണ്? ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിട്ടുള്ള മഹാദേവനാണ്. അദ്ദേഹത്തെ വിട്ടിട്ടുള്ളത് തിരിച്ചു കൊണ്ടുവരും. കാര്യം ഓൾറെഡി കോൺഷ്യസ്നെസ് വളരെ മോശമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. വേദങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. വേദങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം വേദങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിലാണ് ആളുകൾ ഇരിക്കുന്നത്. തിരിച്ച് വേദങ്ങളെ സ്ഥാപിച്ചു. പക്ഷേ അവിടെയും നിരാകാര ബ്രഹ്മനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഭഗവാൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോയില്ല. കാരണം അപ്പോഴും ആളുകൾ റെഡി ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മാധവാചാര്യരും
മറ്റുള്ള ആചാര്യന്മാരൊക്കെ വരുന്നത്, ആളുകളുടെ കോൺഷ്യസ്നസ് പതുക്കെ പതുക്കെ മാറി തുടങ്ങി. കാര്യം വേദങ്ങളെ അറ്റ്ലീസ്റ്റ് നിരാകാര ബ്രഹ്മനെ ആളുകൾ ഫോളോ ചെയ്ത് തുടങ്ങി, വേദങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, പതുക്കെ പതുക്കെ ആളുകളുടെ കോൺഷ്യസ്നസ് മാറി തുടങ്ങി. അങ്ങനെ ഗ്രാജ്വലി പിന്നീട് വന്ന ആചാര്യന്മാർ എല്ലാം പൂർണ്ണമായിട്ടുള്ള അറിവുകളും കൊടുക്കുന്നു. അപ്പോൾ എല്ലാത്തിനും പ്രസക്തിയുണ്ട്, ഒന്നും ആവശ്യമില്ലാത്തതല്ല. അപ്പോൾ ഭഗവാന് അറിയാം അത്. കാര്യം പല രീതിയിലുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 1ൽ പഠിക്കുന്നവരെയും 12ൽ പഠിക്കുന്നവരെയും കോളേജിൽ പഠിക്കുന്നവരെയും എല്ലാവരെയും നോക്കണം ഭഗവാൻ. ഒരാളോട് മാത്രം പക്ഷാഭേദം കാണിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് വേദങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളുള്ളത്. അതിൽ വെച്ച് ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ അല്ലെങ്കിൽ ഭക്തരാണ് ഭാഗവതം പിക്ക് ചെയ്യുന്നത്. അവർക്കേ ഭാഗവതം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാര്യം അതിൽ ധർമാർത്ഥ കാമമോക്ഷ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമോ മോക്ഷം കിട്ടുന്ന കാര്യമോ എന്നല്ല പറയുന്നത്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാവാം, എങ്ങനെ ആവാം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തി എന്താണെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. അതാണ്. ഹരേ കൃഷ്ണ. ശരി, ഹരേ കൃഷ്ണ. വേറെ ചോദ്യം ഉണ്ടായിരുന്നു? ഒരു ചോദ്യം കൂടെ ഉണ്ടെന്ന് പറമ്പ് പറഞ്ഞു. ഒരെണ്ണം കൂടെ ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ ഈ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തിയാകുന്ന രീതിയിൽ നമ്മൾ ഇത് കർമ്മ ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. കാര്യങ്ങൾ ചെയ്യണം, സംതൃപ്തി. അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ സിമ്പിളല്ല, പക്ഷെ പറയാൻ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണോ അത് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ശാസ്ത്രങ്ങൾ ഭഗവത്ഗീത നമ്മളെ എങ്ങനെ ഭഗവത്ഗീതയിൽ എങ്ങനെ ആവണം എന്ന് പറയുന്നുണ്ടോ, എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ടോ, ഫോളോ ചെയ്യുക. ഭാഗവതത്തിൽ എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക. സംസിദ്ധിർ ഹരിതോഷണം ഓട്ടോമാറ്റിക്കലി നടക്കും. ഫോളോ ചെയ്യുക. ശാസ്ത്രങ്ങൾ ഭഗവാന്റെ വാക്കുകളാണ്, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഭഗവാന് സന്തോഷവും. പക്ഷെ പ്രശ്നം നമ്മളത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാൻ എളുപ്പമാണ്, ആൻസർ ഫോളോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം. ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് കഴിയുമ്പോൾ വരാം. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരിപോൾ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആൾക്ക് പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഈ ശങ്കരാചാര്യരുടെ ആ കാലഘട്ടത്തിൽ ഈ പഞ്ചമ പുരുഷാർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നോ, അത് അദ്ദേഹം നിരാകാര ബ്രഹ്മത്തെ കുറിച്ചാണോ ഫോളോ ചെയ്തത്? അതെങ്ങനെയാ പ്രഭു? പഞ്ചമപുരുഷ അതല്ലേ ഇപ്പൊ പറഞ്ഞത്, നിരാകാര ബ്രഹ്മനെ ആയിരുന്നു അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നത്. പഞ്ചമപുരുഷാർത്ഥത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആചാര്യന്മാർ ഒരു കാലക്രമേണ പതുക്കെ പഞ്ചമപുരുഷാർത്ഥത്തെക്കുറിച്ച് മറ്റുള്ള വൈഷ്ണവ സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന മഹാപ്രഭുവിൻ്റെ ആ ഒരു എൻട്രിയും കൂടി ആയപ്പോൾ അത് പൂർണ്ണമായി. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാഭായി മാതാജി പറയൂ. ഇന്ന് പ്രഭുജി പറഞ്ഞതെല്ലാം ഭഗവാന്റെ പരമഭക്തനായ നാരദമുനിയും അദ്ദേഹത്തിന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള വ്യാസദേവനും തമ്മിലുള്ള